തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സിൻ്റെ ഉപവാസവും നിരാഹാര സമരവും നടക്കുകയാണ്. ആ പന്തലിൽ നിന്നുള്ള കാഴ്ചയാണ്. അത് കാണാനായിട്ടാണ് നമ്മൾ സ്റ്റാച്യുവിലുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വന്നത്. സെക്രട്ടേറിയറ്റും സ്റ്റാച്യുവും സമരമുഖങ്ങളുമൊക്കെ തിരുവനന്തപുരത്തുകാർക്ക് പുത്തരിയല്ല, മിക്കപ്പോഴും കാണാൻ കഴിയുന്നവയാണ്. ഒറ്റപ്പെട്ട സമരങ്ങളും ഉണ്ടാകും. നീതിക്ക് വേണ്ടി അധികാരികളുടെ മുമ്പിൽ ആവശ്യങ്ങൾ, അപേക്ഷകൾ ഒക്കെ നൽകി പരിഗണന കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ഇതുപോലെ സമരപന്തലുകൾ ഒരുങ്ങുക. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഗവൺമെൻറ്റിനുണ്ട്, രാഷ്ട്രീയക്കാർക്കുണ്ട്, ഒപ്പം ജനങ്ങൾക്കുമുണ്ട് പ്രശ്നങ്ങൾ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സശ്രദ്ധം കേൾക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചാണ് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമുക്കെല്ലാം അറിയാവുന്നത്, അല്ലെങ്കിൽ നാം അറിയേണ്ടതും. ഒരുപക്ഷെ ഇതിനൊക്കെ പരിഹാരം ഉടനെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. സ്വതന്ത്രമായ ചിന്താധാരയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് പട്ടിണി കിടക്കുന്ന സഹോദരിമാരെ കാണുമ്പോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു അനുകമ്പ തോന്നാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പണം ശമ്പളമായിട്ടോ ഓണറേറിയമായിട്ടോ എന്തായാലും കുറച്ചുകൂടി മാറ്റിക്കിട്ടണമെന്നുള്ള ഒരാവശ്യത്തിൻ്റെ പേരിലാണ് ഈ സഹോദരിമാർ ഇവിടെ ഈ കഴിഞ്ഞ 40 ദിവസങ്ങൾ മഴയും വെയിലുമൊക്കെ സഹിച്ച് കിടക്കുന്നത്. നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള നൂലാമാലകളും പ്രശ്നങ്ങളുമൊക്കെ മാറി പരിഹരിക്കപ്പെട്ട് അവരുടെ വിഷയങ്ങളും കൂടി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല ഒരു ദിവസത്തെക്കുറിച്ചാണ് അവരെപ്പോലെ നമുക്കും പ്രതീക്ഷ. ഇത് മറ്റൊരു സമരപ്പന്തലാണ്. ഇവിടെ അങ്കണവാടി ജീവനക്കാരാണ്. അവർക്കും അവരുടേതായിട്ടുള്ള കുറേ ന്യായമായ അവകാശങ്ങളെക്കുറിച്ചാണ്, അവർ ഉന്നയിക്കുന്ന ചെറിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ എല്ലാം സാമ്പത്തികം തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രശ്നവും അതുതന്നെയാണ്, സാമ്പത്തികം.